ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് സ്പാനിഷ് സ്റ്റൈൽ ഇൻസ്പയർഡ് ക്രീം ചിക്കൻ പാസ്തയാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷ്. പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം അടപ്പയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇത്തിരി ഉപ്പും ഇട്ട് ഇത്തിരി ഓയിലും ഒഴിച്ച് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളച്ച് നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത വേവിക്കാൻ വേണ്ടി അടപ്പയിൽ വെച്ചു. അതിനകത്ത് ലേശം ഓയിലും ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് ഒരു മുഴുവനായിട്ട് വേവിക്കുന്നില്ല, ഒരു 80% വെന്ത് കഴിയുമ്പോൾ അത് വാങ്ങി കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് കഴുകി അതിൻ്റെ വെള്ളം വാർന്ന് എടുക്കണം. കുറച്ച് ചിക്കൻ ഞാൻ കഴുകി നന്നായിട്ട് കഴുകിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ പാസ്തയുടെ വേവ് എന്തായിരുന്നു വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മുറിയും. ആയിട്ടില്ല, ഒന്നും കൂടി വേവണം. പാസ്ത വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി വേറൊരു പാത്രത്തിലിട്ട് കോരി എടുത്തേച്ച് ഈ തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി കഴുകി വാരിയെടുക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഇല്ലാതെ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഒത്തിരി എണ്ണ ഒഴിച്ച് വെച്ച് 1 മിനിറ്റ് മാത്രം മതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ പാസ്തയും വെള്ളമൊക്കെ ഊറ്റി തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പോയി ഇരിക്കുകയാണ്. ഈ പാനിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടപ്പയിൽ വെച്ചു. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീരെ കുറച്ച് വെച്ചാൽ മതി. ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ച് കൊടുക്കാം. 2 ചെറിയ ഒനിയനാണ്. ഇതിലേക്ക് ലേശം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് സമയത്ത് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, കുറച്ച് കെച്ചപ്പ്, പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇരുന്ന് വേവണം. ഇതിൻ്റെ വേവ് നമ്മൾ മുഴുവനായിട്ടല്ലായിരുന്നു വെച്ചത്, ഒരു 80% വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് വെന്ത് വരണം. നമ്മുടെ പാസ്ത റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് 2 മുട്ട പൊട്ടിച്ച് അത് ഒന്ന് വറുത്തെടുക്കണം. ഇത് റെഡിയായി. ഇനി ഇതിൻ്റെ തീ കിടത്തി ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയ പാസ്ത ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ റെഡിയാക്കിയേക്കണ മുട്ട ഇട്ട് കൊടുക്കാം. ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.